അച്ഛൻ ഈ കാണിക്കുന്നത് ശരിയായിട്ടുള്ള കാര്യങ്ങളല്ലേ? ഞാൻ എന്ത് കാണിച്ചെന്ന് മാഷി പറയണേ? അച്ഛാ, ബെന്നിയുടെ കൊച്ചിന്റെ ആദ്യ കുർബാന സ്വീകരണം നടത്താൻ പറ്റില്ല എന്ന് അച്ഛൻ പറഞ്ഞു. ഞാൻ എന്താ പറഞ്ഞ മാഷേ? ബെന്നിയുടെ കുട്ടിയുടെ കുർബാന സ്വീകരണം നടത്താൻ പറ്റില്ല എന്നാണോ ഞാൻ പറഞ്ഞത്? ആദ്യ കുർബാന സ്വീകരണത്തിന് ഒരുങ്ങുന്ന എല്ലാ കുട്ടികളുടെയും മാതാപിതാക്കൾ നിർബന്ധമായിട്ടും കുമ്പസാരിച്ചൊരുങ്ങണം. ഇനി കുമ്പസാരിക്കാത്ത മാതാപിതാക്കളുടെ മക്കൾ അവരുടെ കുർബാന സ്വീകരണം ഒരു കാരണവശാലും നടത്താൻ പറ്റില്ല. അതിപ്പോ ബെന്നിയുടെ കുട്ടിയുടെ ആണെങ്കിലും സണ്ണിയുടെ കുട്ടിയുടെ ആണെങ്കിലും. ഈ കാലഘട്ടത്തിൽ അച്ഛൻ എത്ര സ്ട്രിക്റ്റ് പിടിക്കണം അച്ഛാ? പിന്നെ ആരാ സ്ട്രിക്റ്റ് പിടിക്കേണ്ട മാഷേ? ആ ബെന്നിനെ മാഷ്ക്ക് അറിയാലോ, ദൈവവും ഇല്ല, പള്ളിയില്ല, പട്ടക്കാരില്ലാണ്ട് നടക്കുന്ന ഒരു മനുഷ്യനാണ് അവൻ. അവന്റെ വീട്ടിലേക്ക് വെഞ്ചിരിക്കാൻ പോയപ്പോ പോലും അവൻ അവിടെ ഉണ്ടായില്ല. അതൊക്കെ ശരിയാണ് അച്ഛാ. എന്നാലും അവന്റെ ഭാര്യ എന്റെ അടുത്ത് വന്നിട്ട് എന്താ പറഞ്ഞെന്നറിയോ? എങ്ങനെയെങ്കിലും ബെന്നിനെ ഒന്ന് ശരിയാക്കി എടുക്കണമെന്നാ. ഞാൻ നിങ്ങളുടെ വികാരിച്ചനല്ലേ, ഈ ആത്മീയ കാര്യങ്ങളിലെങ്കിലും ഞാൻ കുറച്ചൊക്കെ സ്ട്രിക്റ്റ് പിടിക്കേണ്ട എന്റെ മാഷേ. അച്ഛോ, അച്ഛൻ പറഞ്ഞതൊക്കെ ശരിയാണ്, ഞാൻ സമ്മതിക്കും. പക്ഷെ ഈ ഒരു കാര്യം ഇടവകയിൽ വിവാദമാവുന്നുള്ളത് 100% ഉറപ്പാണ് ട്ടാ. വിവാദമാക്കും ഞാൻ. അച്ഛനെ ഞാൻ അങ്ങനെ വെറുതെ വിടാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. പിന്നെ നീ ആവശ്യമില്ലാത്തവരെ പുലിവാലിൽ പോയി ചാടണ്ടാ. എന്ത് പുലിവാല്? ഒരു പുലിവാലും ഇല്ല. ന്യായം ഈ ബെന്നിയുടെ ഭാഗത്താ. മാഷ് നോക്കിക്കോ, അച്ഛനെ ഞാൻ കോടതിയെ കയറ്റും. കോടതിയോ? നീ എന്തുട്ടൊക്കെ പറയണ ബെന്നിയെ? ഞാൻ പറഞ്ഞാൽ എന്താ തെറ്റ് മാഷേ? മറ്റു കുട്ടികളെ പോലെ തന്നെ എല്ലാ ദിവസവും ആദ്യ കുർബാന സ്വീകരണത്തിന്റെ ക്ലാസ്സിൽ മുടങ്ങാതെ പോയത് എന്റെ ഈ കൊച്ചു. എന്നിട്ട് അവസാന ദിവസം അവളെ പുറത്താക്കി. മാനസികമായിട്ടുള്ള ഒരു പീഡന മാഷത്. മാഷി പോക്സോ എന്ന് കേട്ടിട്ടുണ്ടോ? പോക്സോ കേസ് കൊടുക്കും ഞാൻ. മാഷ, ഞാൻ കുർബാന സ്വീകരിക്കുന്നില്ല. കേട്ടില്ലേ? മാഷ് കേട്ടില്ല എന്റെ മോള് പറഞ്ഞത്? ആ അച്ഛൻ കാരണം എന്റെ മോൾ എത്രമാത്രം വിഷമിക്കുന്നുണ്ടെന്ന് മാഷ് മനസ്സിലായപ്പോ. ഇസമോള് വിഷമിക്കാണ്ടിരിക്കും. നോക്കിയേ, മാഷ അച്ഛനോട് ഒന്നുകൂടി സംസാരിക്കാം. അച്ഛൻ കാരണല്ല, അപ്പൻ കാരണം ഞാൻ കുർബാന സ്വീകരിക്കാത്തത്. എന്താന്ന് മോളിപ്പോ എന്താ പറഞ്ഞേ? അപ്പൻ ഈ ഫംഗ്ഷന് വേണ്ടി എന്തൊക്കെ ചെയ്തു? ഹാള് ബുക്ക് ചെയ്തില്ലേ? റിലേറ്റീവ്സിനൊക്കെ ക്ഷണിച്ചില്ലേ? ഫുഡ് ഏൽപ്പിച്ചില്ലേ? ഫ്രണ്ട്സിന്റെ ഒപ്പം കുടിക്കാനുള്ള സാധനം വരെ അവിടെ വാങ്ങിച്ചു വെച്ചില്ലേ? അപ്പനോടൊന്ന് കുമ്പസാരിക്കാനല്ല അച്ഛൻ പറഞ്ഞുള്ളൂ. ഞാൻ ആദ്യമായിട്ട് ഈശോനെ സ്വീകരിക്കുന്ന ദിവസം എൻ്റെ ജീവിതത്തിൽ എത്ര പ്രധാനപ്പെട്ടതാണെന്ന് അപ്പനറിയാലോ. അപ്പന് വേണ്ടാത്തൊരു ഈശോനെ എനിക്കും വേണ്ട അപ്പ. അപ്പന് കുമ്പസാരിക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ കുർബാന സ്വീകരിക്കുന്നില്ല. ഇസമോൾക്ക് തോന്നുന്നുണ്ടോ മോളുടെ ആദ്യ കുർബാന സ്വീകരണം ഈ വികാരിച്ച് നടത്തി തരില്ല എന്ന്? അതൊക്കെ ഭംഗിയായിട്ട് തന്നെ നടക്കും. ബെന്നി, എടാ, കൊച്ചു പറഞ്ഞാലും കാര്യമുണ്ടടാ. ഈ ആദ്യ കുർബാന സ്വീകരണം എന്ന് പറയണതേ ഒരു ഫങ്ഷനോ ഇവൻ്റോ ഒന്നുമല്ല. അതൊരു ആത്മീയമായിട്ടുള്ള കാര്യമാണ്. നീ അതെങ്കിലും ഒന്ന് മനസ്സിലാക്കുക. ஞாபகம் மோதுதே, மனம் ஏங்குதே, ஞாபகம் வருகுதே, உள் தவிக்குதே, இமை மூடாமல் நான் துடித்தேனே, ஞாபகம் மோதுதே, மனம் ஏங்குதே, வாராமல் தாராமல் மனம் எங்கோ போகுதே, வாராமல் தாராமல் மனம் எங்கோ போகுதே, ஞாபகம் மோதுதே, மனம் ஏங்குதே, ஞாபகம் வருகுதே, உள் தவிக்குதே. அதே ஞாபகம், அதே சௌரபம்,